മനഃശാസ്ത്രപരമായ തകർച്ചകളും സാമൂഹികമായ അടിച്ചമർത്തലുകളും കുടുംബ ബന്ധങ്ങളെ എങ്ങനെ പരീക്ഷിക്കുന്നു എന്നതിന്റെ തീവ്രവും എന്നാൽ സത്യസന്ധവുമായ ആവിഷ്കാരമാണ് ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം എന്ന മലയാള ചലച്ചിത്രം. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ ചിത്രം ഇന്നു നിലനിൽക്കുന്ന പിന്തിരിപ്പൻ ആചാരങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നതോടൊപ്പം വൈകാരികമായ ഒരു കുടുംബ നാടകവും പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നു. ജാനകി എന്ന കൗമാരക്കാരിയുടെ കണ്ണുകളിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. ഒരു ഇടത്തര കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ കഥ വികസിപ്പിച്ചു കൊണ്ടുപോകുന്നു. ചിത്രത്തിന്റെ തുടക്കത്തിൽ ജാനകിയുടെ അമ്മ ചിത്ര നടത്തുന്ന ആത്മഹത്യാ ശ്രമം സിനിമയുടെ ഗൗരവമേറിയ സ്വഭാവം വ്യക്തമാക്കുന്നു. അമ്മയെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ ജീവിക്കുന്ന ജാനകിയുടെ ജീവിതത്തിലൂടെ മാനസികാരോഗ്യം, സാമൂഹിക പ്രതീക്ഷകൾ, അന്ധവിശ്വാസങ്ങൾ എന്നിവ ചിത്രം ആഴത്തിൽ പരിശോധിക്കുന്നു. ഒരു കാലത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിച്ചിരുന്ന, എന്നാൽ പിതാവ് അത് നിഷേധിച്ചതിനെ തുടർന്ന് തളർന്നു പോയ ചിത്ര എന്ന കഥാപാത്രത്തെ മിനി ഐജി മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രയുടെ മാനസിക സംഘർഷങ്ങളും മരുന്നുകൾ കഴിക്കാനുള്ള വിസമ്മതവുമെല്ലാം സിനിമയിൽ ഹൃദയസ്പർശിയായി കാണിക്കുന്നു. ചിത്രയുടെ ഭർത്താവായ വേണുവിനെ അവതരിപ്പിച്ച ജഗദീഷിന്റെ പ്രകടനം എടുത്തു പറയേണ്ട മറ്റൊന്നാണ്. ഒരേ സമയം നിസ്സഹായനും എന്നാൽ കരുത്തനുമായ ഒരു ഭർത്താവിനെ ജഗദീഷ് വളരെ പക്വതയോടെ അവതരിപ്പിച്ചു എന്ന് തന്നെ പറയാം. ജാനകിയായി എത്തിയ അനഘ രവിയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്വന്തം പ്രായത്തിന് അപ്പുറമുള്ള ഉത്തരവാദിത്തങ്ങൾ ചുമലിലേറ്റേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ നിസ്സഹായത ജാനകിയിലൂടെ നമുക്ക് കാണാനും സാധിക്കും. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള നേർത്ത അതിർവരമ്പുകളും സിനിമ ചർച്ച ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട്. ആർത്തവത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളും സ്ത്രീവിരുദ്ധമായ ആചാരങ്ങളും സിനിമയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. നീല എന്ന ചിത്രത്തിന് ശേഷം ഇന്ദുലക്ഷ്മി തന്റെ സംവിധാന മികവ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ബിജി ബാലിന്റെ പശ്ചാത്തല സംഗീതവും രാകേഷ് തരന്റെ ഛായാഗ്രഹണവും സിനിമയ്ക്ക് കൂടുതൽ മിഴിവ് നൽകുന്നു. അപ്പു എൻ ഭട്ടതിരിയുടെ എഡിറ്റിംഗ് സിനിമയെ മടുപ്പിക്കാതെ മുൻപോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുന്നുണ്ട്. ലളിതമായ ആഖ്യാന ശൈലിയാണെങ്കിലും പിതൃമേധാവിത്വം, അന്ധവിശ്വാസങ്ങളും എങ്ങനെ മനുഷ്യജീവിതത്തെ തളച്ചിടുന്നു എന്ന് അപ്പുറം കാണിച്ചു തരുന്നു. സ്നേഹവും നഷ്ടവും മോചനവും എന്നിവയെക്കുറിച്ചുള്ള ഈ ചിത്രം കണ്ടു കഴിഞ്ഞാലും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ പ്രമേയത്തിലെ ആർജവം തന്നെയാണ്. മാനസികാരോഗ്യം എന്ന വിഷയം മലയാള സിനിമയിൽ പലപ്പോഴും അതിശയോക്തി കലർത്തിയാണ് അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ അപ്പുറം എന്ന ചിത്രം ഈ ചിത്രത്തിലൂടെ ചിത്ര എന്ന കഥാപാത്രത്തിലൂടെയും വളരെ സ്വാഭാവികമായും എന്നാൽ തീവ്രമായും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു കൗമാരക്കാരിയുടെ കാഴ്ചപ്പാടിലൂടെ കഥ പറയുന്ന രീതി പ്രേക്ഷകരെ വൈകാരികമായി സിനിമയോട് അടുപ്പിക്കുന്നു. സിനിമയുടെ ചില പ്രധാന പോസിറ്റീവ് വശങ്ങളൊന്ന് പരിശോധിക്കാം. ഇതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് അഭിനയ പ്രകടനം തന്നെയാണ്. ജഗദീഷിന്റെ പ്രകടനം വളരെ മികച്ചു നിൽക്കുന്ന ഒന്നു തന്നെയാണ്. ഇത് സിനിമയുടെ നട്ടെല്ല് എന്ന് തന്നെ പറയാം. കോമഡി വേഷങ്ങളിൽ നിന്ന് മാറി ഗൗരവമേറിയ വേഷങ്ങൾ അദ്ദേഹം എത്രത്തോളം മികച്ചതായി കൈകാര്യം ചെയ്യുമെന്ന് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ നായികയായി എത്തിയ അനഘ രവിയുടെയും കഥാപാത്രം വളരെ മികച്ചതായിരുന്നു. ഇനി ചിത്രത്തിലെ ചില സാമൂഹിക വിമർശനങ്ങൾ പരിശോധിക്കാം. അനാചാരങ്ങളും ആർത്തവത്തെ സംബന്ധിച്ച അന്ധവിശ്വാസങ്ങളെയും ഒളിച്ചു കടത്താതെ കൃത്യമായി തന്നെ സിനിമ ചോദ്യം ചെയ്യുന്നുണ്ട്. തുളസിത്തൈ ഉണങ്ങും എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളെ യുക്തിപൂർവ്വം നേരിടുന്ന രംഗങ്ങൾ സിനിമയുടെ കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. ഇനി സിനിമയുടെ സംവിധാന ശൈലി നോക്കാം. മെലോ ഡ്രാമ ഒഴിവാക്കി നിശബ്ദമായ നിമിഷങ്ങളിലൂടെ കഥ പറയാൻ ഇന്ദുലക്ഷ്മി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നീല എന്ന സിനിമയിലൂടെ അവർ തുടങ്ങിയ ആ പക്വമായ സംവിധാന ശൈലി ഇവിടെയും അതേപോലെ തന്നെ നിലനിർത്തി. ബിജി ബാലിന്റെ സംഗീതവും കൊള്ളാമായിരുന്നു. ഇനി ചിത്രത്തിന്റെ ചില നെഗറ്റീവ് വശങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആഖ്യാനത്തിന്റെ പതുക്കെയുള്ള പോക്ക് തന്നെയാണ് ഇതിന്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പ്ലോട്ട് വളരെ ലളിതമായതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ സിനിമയുടെ വേഗത കുറവാണെന്ന് നമുക്ക് അനുഭവപ്പെട്ടേക്കാം. എല്ലാതരം പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വേഗത സിനിമ കാഴ്ചവെക്കുന്നില്ല. കഥ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അവസാനം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് പ്രേക്ഷകന് മുൻപേ തന്നെ ഒരു ധാരണ സിനിമ നൽകുന്നുണ്ട്. ഇത് ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ പ്രേക്ഷകന് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ പ്രതീക്ഷിക്കുന്ന ആക്ഷനോ ത്രില്ലറോ ഇല്ല എന്നതും മറ്റൊരു നെഗറ്റീവ് വശം തന്നെയാണ്. സമൂഹത്തിലെ ജീർണിച്ച ചില വിശ്വാസങ്ങൾ എങ്ങനെ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളെ തകർക്കുന്നു എന്നും അത് ആ കുടുംബത്തെ മുഴുവൻ എങ്ങനെ ബാധിക്കുന്നു എന്നും അപ്പുറം എന്ന സിനിമ കൃത്യമായി വരച്ചു കാണിക്കുന്നു.
ജഗദീഷിന്റെ കരിയറിലെ മികച്ചൊരു വേഷം കാണാൻ ആഗ്രഹിക്കുന്നവർക്കും സ്ത്രീപക്ഷ ചിന്തകളുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ചിത്രം തീർച്ചയായും കണ്ടിരിക്കാവുന്നതാണ്.